and welcome Media One Business Excellence Award 2024-ന്റെ പ്രഖ്യാപന വേദിയിലേക്ക്. കച്ചവട വ്യവസായ രംഗത്ത് മലയാളത്തിൻ്റെ അടയാളങ്ങൾ ലോകം മുഴുവൻ കൊണ്ടുപോയ അല്ലെങ്കിൽ ലോകത്ത് മുഴുവൻ പതിപ്പിച്ച പ്രഗത്ഭരായ മലയാളി ബിസിനസ്സുകാർക്ക് മീഡിയ വണ്ണിൻ്റെ ആദരമാണ് ഈ അവാർഡുകൾ. ഫെഡറൽ ബാങ്കാണ് ഈ അവാർഡിന് മീഡിയ വൺ ഒപ്പം ഉള്ളത്. ഫെഡറൽ ബാങ്ക് പ്രസൻസ് മീഡിയ വൺ ബിസിനസ് എക്സലൻസ് അവാർഡ് 2024ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഏതൊക്കെ വ്യക്തികളെയാണ് ഇത്തവണത്തെ വിവിധ മേഖലകളിലെ പുരസ്കാരങ്ങൾ കാത്തിരിക്കുന്നത് എന്ന് അറിയാം. അവാർഡ് പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് മീഡിയ വൺ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ റോഷൻ കക്കാട് നമ്മോടൊപ്പം തത്സമയം ചേരുന്നു. ജിദ്ദയിൽ നടക്കുന്ന ഹല ജിദ്ദ കാർണിവലിൽ വെച്ചാണ് ഈ പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നത് എന്നുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങൾ ശ്രീ റോഷൻ കക്കാട്ടിനോട് നമുക്ക് ചോദിക്കാനുണ്ട്. ശ്രീ റോഷൻ കക്കാട്ട്, ഹല ജിദ്ദ കാർണിവലിനെ കുറിച്ച് രണ്ട് വാക്ക്, ഒപ്പം ഈ ബിസിനസ് എക്സലൻസ് അവാർഡ് ഓരോ വർഷവും നടത്തുന്നു, ഇത്തവണത്തെ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും രണ്ട് വാക്ക്. മീഡിയ വൺ വിവിധ സന്ദർഭങ്ങളിലായി ബിസിനസ്സിൽ മികവ് തെളിയിച്ച ഓൺട്രപ്രണേഴ്സിനെ ആദരിക്കുന്ന ബിസിനസ് ഈവൻറ്റുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഇത്തവണത്തെ മീഡിയ വണ്ണിൻ്റെ ബിസിനസ് എക്സലൻസ് അവാർഡ് 5-6 തീയതികളിൽ സൗദി അറേബ്യ ജിദ്ദയിൽ വെച്ച് നടക്കുന്ന ഹാല ജിദ്ദയിൽ വെച്ചാണ് ബിസിനസ് എക്സലൻസ് അവാർഡ് നടക്കുന്നത്. വിവിധ ഫീൽഡുകളിൽ, അതായത് FMCG, റീറ്റെയിൽ, ഹെൽത്ത് കെയർ, ട്രാവൽ ആൻഡ് ടൂറിസം, എനർജി, IT, കൺസൾട്ടൻസി തുടങ്ങിയ വിവിധ മേഖലകളിൽ മികവുറ്റ ഓൺട്രപ്രണേഴ്സിനെയാണ് മീഡിയ വൺ ആദരിക്കുന്നത്. ഇൻഡസ്ട്രിയിലെ എക്സ്പേർട്സ് അടങ്ങിയ ജൂറിയാണ് ഈ അവാർഡിന് അർഹരായ ആളുകളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. മീഡിയ വൺ ഹാല ജിദ്ദ ഈവൻറ്റ് എന്നുള്ളത് 10,000-കണക്കിന് പ്രേക്ഷകർ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ വെച്ച് ബിസിനസ്സിൽ മികവുറ്റ ഓൺട്രപ്രണേഴ്സിനെ ആദരിക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ സംഗതിയാണ്. ഈ ഓൺട്രപ്രണേഴ്സ് അവർ ബിസിനസ് ചെയ്യുന്ന രാജ്യത്തും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിൽ വളരെയധികം സിഗ്നിഫിക്കൻ്റായി കോൺട്രിബ്യൂട്ട് ചെയ്ത വ്യക്തികളാണ്. ഇവർ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സന്ദർഭത്തിൽ അവാർഡിന് അർഹരായ എല്ലാ ഓൺട്രപ്രണേഴ്സിനെയും ഞാൻ ആശംസിക്കുകയും ചെയ്യും. താങ്ക് യു ശ്രീ റോഷൻ കക്കാട്, CEO മീഡിയ വൺ. അടുത്തതായി നമ്മോടൊപ്പം ഉള്ളത് മീഡിയ വണ്ണിൻ്റെ എഡിറ്റർ ശ്രീ പ്രമോദ് രാമനാണ്. എഡിറ്റർ, ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയ്ക്ക് ബിസിനസ് രംഗത്തെ പ്രതിഭാശാലികളായ മനുഷ്യരെ കണ്ടെത്തുക, അവരെ രേഖപ്പെടുത്തുക എന്നത് എന്തുമാത്രം പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് എന്നാണ് വിചാരിക്കുന്നത്? മീഡിയ വൺ ബിസിനസ് അവാർഡുകളുടെ ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതൽ പേർ പ്രവാസി ലോകത്ത് നിന്നാണ് എന്നതാണ്. അവിടെ നിന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്നുമുണ്ട്. എങ്കിലും പ്രവാസി ലോകത്ത് നിന്നുള്ള വ്യവസായികളുടെയും ബിസിനസ്സുകാരുടെയും വലിയ പ്രാതിനിധ്യം സൂചിപ്പിക്കുന്നത് കേരളത്തിൻ്റെ അഭിവൃദ്ധിക്ക് അവർ നൽകുന്ന പിന്തുണയാണ്, അതിൽ അവർ വഹിക്കുന്ന പങ്കാളിത്തമാണ്. എല്ലാ അവാർഡ് ജേതാക്കൾക്കും അഭിനന്ദനം. താങ്ക് യു ശ്രീ പ്രമോദ് രാമൻ, എഡിറ്റർ മീഡിയ വൺ. അപ്പോൾ നമ്മൾ ഇനി പോകാൻ പോകുന്നത് പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനത്തിലേക്കാണ്. ഏതൊക്കെ കാറ്റഗറിയിൽ ആരെയൊക്കെയാണ് അവാർഡുകൾ കാത്തിരിക്കുന്നത് എന്നാണ് ഇനി അറിയാനുള്ളത്. ആദ്യത്തെ കാറ്റഗറി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡാണ്. ആ അവാർഡ് കാത്തിരിക്കുന്നത് മിസ്റ്റർ നുവൈസ് സി, മാനേജിംഗ് ഡയറക്ടർ, ഇംപെക്സ് ഹോം അപ്ലയൻസസ്, സൗദി അറേബ്യ. ഗൃഹോപകരണ മാർക്കറ്റിലെ ജനകീയ ബ്രാൻഡാണ് ഇംപെക്സ്. ചെറിയ തുടക്കത്തിൽ നിന്ന് 25-ലധികം രാജ്യങ്ങളിൽ സാന്നിധ്യമെന്ന അത്ഭുതാവഹമായ വളർച്ച കൈവരിച്ച സ്ഥാപനം. കഠിനാധ്വാനവും ദീർഘവീക്ഷണവും കൂടി ചേർന്ന നേതൃത്വത്തിന് കീഴിൽ ഇംപെക്സ് നേട്ടങ്ങളുടെ പുതിയ അധ്യായങ്ങൾ രചിക്കുകയാണ്. ഇംപെക്സിന്റെ അമരക്കാരൻ ശ്രീ നുവൈസിനാണ് മീഡിയ വൺ ബിസിനസ് എക്സലൻസ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. നുവൈസ് ചെനങ്ങാടൻ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണ മാർക്കറ്റിൽ കസ്റ്റമേഴ്സിന്റെ നമ്പർ 1 ചോയ്സായ ഇംപെക്സ് ഗ്രൂപ്പ് ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറും. സോഷ്യൽ അഡ്വാൻസ്മെന്റ് ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഇംപെക്സ് ഫൗണ്ടേഷൻ ചെയർമാൻ കൂടിയാണ് ഇദ്ദേഹം. ന്യൂവൈസിന്റെ വിഷനും ലീഡർഷിപ്പും ഇംപെക്സിന് ഗ്ലോബൽ ബിസിനസ് ഡൊമൈനിലാണ് സ്ഥാനം നേടിക്കൊടുത്തത്. GCC, ഇന്ത്യ, ആഫ്രിക്ക പോലുള്ള 25-ലധികം രാജ്യങ്ങളിലായി ഹോം എന്റർടൈൻമെന്റ്, ഹൗസ് ഹോൾഡ്, കിച്ചൺ, പേഴ്സണൽ അപ്ലയൻസസ് എന്നീ ഇനങ്ങളിലായി 500-ലധികം പ്രൊഡക്റ്റുകളും ഇംപെക്സിന്റേതായി മാർക്കറ്റിലുണ്ട്. സൗദി കൂടാതെ UAE, ഒമാൻ, കുവൈത്ത്, ബഹ്റൈൻ, ഖത്തർ, UK, ടാൻസിയ തുടങ്ങി നിരവധി രാജ്യങ്ങളിലേക്ക് ഈ ബ്രാൻഡ് വ്യാപിച്ചു കിടക്കുകയാണ്. കൂടാതെ ഇന്ത്യയിലെ തന്നെ വൻകിട ഫാക്ടറികളിലൊന്നാണ് അത്യാധുനിക റോബോട്ടിക് സംവിധാനങ്ങളോടെ പ്രവർത്തിക്കുന്ന ചാംരാജ് നഗർ ഫാക്ടറി. കൂടാതെ കൊച്ചിയിൽ TV ഫാക്ടറിയും ഇംപെക്സിന് സ്വന്തമായുണ്ട്.
ഓക്കെ, കൺഗ്രാറ്റ്സ് നുവൈസ്, ഈ പുരസ്കാര നേട്ടത്തിന് അഭിനന്ദനങ്ങൾ. അടുത്തത് യങ് ഓൺട്രപ്രണർ അവാർഡ് ആരെയാണ് കാത്തിരിക്കുന്നത് എന്നാണ് അറിയാനുള്ളത്. യങ് ഓൺട്രപ്രണർ അവാർഡ് മിസ്റ്റർ വിജയ് മൂലൻ, CEO ജയ് മസാല ആൻഡ് സ്പൈസസ്, സൗദി അറേബ്യ. നാടിൻ്റെ ഗൃഹാതുരത്വ രുചികളെ പ്രവിശാലമായ പ്രവാസ ലോകത്തിലേക്ക് വളർത്തിയെടുത്ത വ്യക്തി മാത്രമല്ല ശ്രീ വിജയ് മൂലൻ. ഫുഡ് ഇൻഡസ്ട്രിക്ക് പുറമെ വ്യത്യസ്തമായ അനേകം മേഖലകളിൽ കൈവയ്ക്കുകയും അവയിലെല്ലാം വിജയം നേടുകയും ചെയ്ത സൗദി അറേബ്യൻ മണ്ണിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യവസായി. തനിക്കൊപ്പം വളർന്ന സ്ഥാപനത്തെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് വളർത്താൻ പരിശ്രമിക്കുന്ന ശ്രീ വിജയ് മൂലനാണ് മീഡിയ വൺ യങ് ഓൺട്രപ്രണർ അവാർഡ് ഇത്തവണ. Vijay Moolan, influential businessman, manufacturer, importer and exporter, philanthropist, ദേശീയ അവാർഡ് നേടിയ ചിത്രത്തിന്റെ നിർമ്മാതാവ്. ഒറ്റപ്പേരിൽ ഒതുങ്ങുന്നതല്ല വിജയ് മൂലൻ എന്ന വ്യക്തിത്വം. ഗൃഹാതുര ഓർമ്മകളിലേക്ക് പിൻവാങ്ങിപ്പോയേക്കാവുന്ന നാടിന്റെ രുചികളെ പ്രവാസി ലോകത്തിന് സമ്മാനിച്ച ബ്രാൻഡാണ് വിജയ് ജയ് സ്പൈസസ്. 40 വർഷങ്ങൾക്ക് മുമ്പ് വർഗീസ് മൂലനാണ് മകന്റെ പേരിൽ വിജയ് ഫുഡ്സ് ആരംഭിക്കുന്നത്. ഇന്ന് പവർ ജനറേഷൻ, ലോജിസ്റ്റിക്സ്, ഹെൽത്ത് കെയർ, ഇ-കൊമേഴ്സ്, ടെക്സ്റ്റൈൽ, മെൻസ് ഗ്രൂമിംഗ്, ഹോസ്പിറ്റാലിറ്റി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പെട്രോകെമിക്കൽ ഔട്ട്ലെറ്റ്സ്, റിയൽ എസ്റ്റേറ്റ്, എന്റർടൈൻമെന്റ് എന്നിങ്ങനെ ബ്രാൻഡിന്റെ കൈമുദ്ര പതിക്കാത്ത ബിസിനസ്സുകൾ വിരളമാണ്. ക്വാളിറ്റിയിലെ കണിശത, ഉപഭോക്താക്കളുടെ മനസ്സറിഞ്ഞുള്ള സർവീസ്, ഈ മൂല്യങ്ങൾ കൂടിയാണ് ബ്രാൻഡിനെ വളർത്തിയത്. ടച്ച് എ ഹാർട്ട്, വർഗീസ് മൂലൻ ഫൗണ്ടേഷൻ എന്നിവയിലൂടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ മാതൃക കൂടിയായി വിജയ്. തന്റെ ഒപ്പം വളർന്ന വിജയിയെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് വിജയ്. അഭിനന്ദനങ്ങൾ, കൺഗ്രാറ്റ്സ് വിജയ് മൂലൻ. അടുത്ത് നമ്മൾ പോകുന്നത് എമർജിംഗ് ബിസിനസ്മെൻ മിഡിൽ ഈസ്റ്റ് പുരസ്കാരം, അതിലേക്കാണ്. മിസ്റ്റർ നിഷിൻ തസ്ലിം, ചെയർമാൻ നിഷ്ക മൊമെന്റസ് ജ്വല്ലറി ആൻഡ് മൊറിക്കാബ് റിസോർട്ട്സ് UAE. അസാധാരണമായ സംരംഭകത്വ യാത്രയിലെ നായകൻ ശ്രീ നിഷിൻ തസ്ലിം വയനാടൻ മണ്ണിൽ നിന്ന് റിയൽ എസ്റ്റേറ്റ്, ടൂറിസം, ജ്വല്ലറി എന്നിങ്ങനെ വിവിധങ്ങളായ മേഖലകളിൽ സവിശേഷമായ ബിസിനസ് മാതൃക സൃഷ്ടിക്കുകയാണ് നിഷിൻ. സ്വപ്നതുല്യമായ വളർച്ചയിലേക്ക് പ്രയാണം നടത്തുന്ന ശ്രീ നിഷിൻ തസ്ലിമാണ് മീഡിയ വൺ എമർജിംഗ് ബിസിനസ് മാൻ ഓഫ് മിഡിൽ ഈസ്റ്റ് പുരസ്കാരത്തിന് ഇത്തവണ അർഹനാകുന്നത്. നിഷിൻ തസ്ലിം, യങ് എന്റർപ്രണർ, മോറിക്കാപ്പ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, നിഷ്ക മൊമെന്റ്സ് ജ്വല്ലറി ഉടമ. വയനാട് പിണങ്കോട് എന്ന ഗ്രാമത്തിൽ CK മജീദിന്റെയും അസ്മയുടെയും മകനായ നിഷിന്റെ സംരംഭകത്വ ജേണി അസാധാരണമാണ്. നിരന്തരമായ പരിശ്രമത്തിലൂടെയാണ് കേരളത്തിന്റെ സ്വിറ്റ്സർലൻഡായി അറിയപ്പെടുന്ന മോറിക്കാപ്പ് റിസോർട്ട് എന്ന തന്റെ ആദ്യ സ്വപ്നം നിഷിൻ സാക്ഷാത്കരിക്കുന്നത്. തുടർന്ന് ലോകത്തിലെ തന്നെ ആദ്യ ക്രിക്കറ്റ് ടീം റിസോർട്ടും കേരളത്തിലെ ആദ്യ വിന്തം ട്രേഡ്മാർക്ക് കളക്ഷൻ റിസോർട്ടുമായ ലോഡ്സ് 83യിലൂടെ തന്റെ ജന്മനാടായ വയനാടിനെയും കേരളത്തെയും ലോകത്തിന് നെറുകയിലേക്ക് ഉയർത്തി. നിലവിൽ 500ഓളം നിക്ഷേപകരെ ഏകോപിപ്പിച്ചുകൊണ്ട് കോടികളുടെ ബിസിനസ് പദ്ധതികൾക്കാണ് നിഷിൻ നേതൃത്വം നൽകുന്നത്. റിയൽ എസ്റ്റേറ്റും ഹോസ്പിറ്റാലിറ്റിയും സംയോജിപ്പിച്ച് സവിശേഷവും വിജയകരവുമായ ഒരു ബിസിനസ് മാതൃക സൃഷ്ടിക്കാൻ നിഷിനിലെ വിഷണറിക്ക് സാധിച്ചു. നാട്ടിൽ ക്രിക്കറ്റ് ടൂറിസം വിപുലപ്പെടുത്തുന്നതിന് പുറമെ വിവിധ രാജ്യങ്ങളിലായി 100-ലധികം ജ്വല്ലറി ഷോറൂമുകൾ ഒരുക്കുവാനുള്ള പ്രയാണത്തിലാണ് നിഷിൻ. നമ്മൾ ഇനി പോകുന്ന അടുത്ത കാറ്റഗറിയിലാണ്, 4ാമത്തെ കാറ്റഗറിയിലേക്ക്. സോഷ്യൽ ഓൺട്രപ്രണർ അവാർഡ് കുഞ്ഞുമോൻ കാക്കിയ എന്നറിയപ്പെടുന്ന മിസ്റ്റർ അബ്ദുൽ മുഹൈമിൻ ആലുങ്ങൽ, ഫൗണ്ടർ ബൈത്തുൽ ഹന ഹൗസ് കെയർ ഹൈപ്പർ മാർക്കറ്റ്, എഫ്രാത്ത് ഇന്റർനാഷണൽ, സൗദി അറേബ്യ. ഒരേ സമയം കരുത്തുറ്റ വ്യവസായിയും കരളലിവുള്ള മനുഷ്യസ്നേഹിയുമായി പ്രവാസ ലോകത്ത് സുപരിചിതൻ, KMCCയുടെ അനിഷേധ്യനായ അമരക്കാരൻ ശ്രീ കുഞ്ഞുമോൻ കാക്കിയ. കുഞ്ഞുമോൻ കാക്കിയ. അബ്ദുൽ മുഹൈമിൻ ആലുങ്ങൽ. പേര് അങ്ങനെയാണെങ്കിലും മക്കയിലുള്ളവർക്ക് കുഞ്ഞുമോൻ കാക്കിയ എന്ന് പറഞ്ഞാലേ മനസ്സിലാകും. മക്കയിലെ കാക്കിയ പ്രദേശത്തെ പേരിനോട് ചേർത്താണ് വിളിപ്പേര്. കരുത്തുറ്റ വ്യവസായി എന്നതിനേക്കാൾ മനുഷ്യസ്നേഹി എന്ന വിശേഷണമായിരിക്കും കുഞ്ഞുമോൻ കാക്കിയയ്ക്ക് ചേരുക. വിശുദ്ധ മക്കയുമായി പതിറ്റാണ്ടുകളുടെ ബന്ധമുണ്ട് കുഞ്ഞുമോന്റെ കുടുംബത്തിന്. പിതാവിന്റെ സഹോദരി പുണ്യഭൂമികയായ മക്കയിലേക്ക് വിവാഹം കഴിഞ്ഞെത്തിയതാണ് മാറ്റത്തിന് നിമിത്തമായത്. പിന്നീട് സൗദിയിലെത്തിയ പിതാവും സഹോദരന്മാരും വളർത്തിയെടുത്ത ബിസിനസ്സുകളുടെ ഭാഗമായി കുഞ്ഞുമോനും. മക്കയിൽ ബെയ്ത്തുൽ ഹന, ഹൗസ് കെയർ ഹൈപ്പർ മാർക്കറ്റ് എന്നീ സ്ഥാപനങ്ങളും
പുറമെ അഫ്രാദ് ഇന്റർനാഷണൽ, അക്ഷര ഗോൾഡ്, എസ്കോള ഇന്റർനാഷണൽ സ്കൂൾ, ഡെക്സ്ഫോർഡ് എഡ്യു പാർക്ക്, അങ്ങനെ ബിസിനസ് ശൃംഖല വളർന്നു. ഹജ്ജിനും ഉംറയ്ക്കും എത്തി ഏതെങ്കിലും പ്രയാസങ്ങളിലോ അത്യാഹിതങ്ങളിലോ പെടുന്നവർക്ക് കരുത്തായും താങ്ങായും നിലകൊള്ളുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മറ്റൊരു പേരായ KMCC എന്ന സംഘടനയുടെ അമരക്കാരനായും ബിസിനസ്സിലൂടെയും തന്റെ അസാധാരണ വ്യക്തിത്വത്തിന്റെ ശോഭയേറ്റുകയാണ് കുഞ്ഞുമോൻ കാക്കിയ. അടുത്തത് അഞ്ചാമത്തെ കാറ്റഗറിയിലേക്ക്. ഔട്ട്സ്റ്റാൻഡിംഗ് ലീഡർഷിപ്പ് ഇൻ ദ പെർഫ്യൂം ഇൻഡസ്ട്രി. പോളണ്ട് മൂസ എന്നറിയപ്പെടുന്ന മിസ്റ്റർ മൊയ്തു PV, ഫൗണ്ടർ ഫ്രാഗ്രൻസ് വേൾഡ് UAE. മലപ്പുറം കട്ടിപ്പറുത്തി എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്ന് ദുബായ് ദേരയിലെ കുഞ്ഞു സംരംഭത്തിൽ തുടങ്ങി 132 രാജ്യങ്ങളിൽ പരന്നുകിടക്കുന്ന സുഗന്ധ സാമ്രാജ്യം വളർത്തിയെടുത്ത പോളണ്ട് മൂസ എന്ന മൊയ്തു PV. പോളണ്ട് മൂസ ഹാജി 132 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഫ്രാഗ്രൻസ് വേൾഡ് എന്ന സുഗന്ധ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ. വർഷങ്ങൾക്ക് മുമ്പ് 9ാമത്തെ വയസ്സിലാണ് മൂസ ഹാജിയെ പോളണ്ട് മൂസ ഹാജിയാക്കിയ ആ അതിസാഹസിക യാത്ര ആരംഭിക്കുന്നത്. അന്ന് മലപ്പുറം കട്ടിപ്പറുത്തി എന്ന ഗ്രാമത്തിലെ 9 വയസ്സുകാരൻ കണ്ട സ്വപ്നങ്ങളിൽ പോലും സംരംഭകത്വം ഉണ്ടായിരിക്കില്ല. ദുബായ് ഡൈറയിലായിരുന്നു ആദ്യത്തെ സംരംഭം. കോസ്മെറ്റിക്സ്, ഇലക്ട്രോണിക്സ്, വസ്ത്രങ്ങൾ എന്നിവയുടെ വിൽപ്പന. പതിയെ പെർഫ്യൂം ഇൻഡസ്ട്രിയിലേക്ക്. 1988-ൽ പോളണ്ടുമായി ബിസിനസ് കണക്ഷൻ ഉണ്ടാക്കിയതോടെ ആ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ മലയാളിയായി. പോളണ്ട് മൂസ ഹാജി എന്ന് സ്നേഹത്തോടെ ആളുകൾ അദ്ദേഹത്തെ വിളിക്കാൻ തുടങ്ങി. റഷ്യയും മുൻ സോവിയറ്റ് രാഷ്ട്രങ്ങളും ബിസിനസ് വളർത്താനുള്ള വിളനിലമായി. ഗൾഫ്, യൂറോപ്പ്, അമേരിക്ക, നോർത്ത് അമേരിക്ക, ആഫ്രിക്ക, ഓസ്ട്രേലിയ, ഏഷ്യൻ രാജ്യങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം 4000-ൽ പരം പെർഫ്യൂം പ്രൊഡക്റ്റുകളാണ് ഫ്രാഗ്രൻസ് വേൾഡ് വിൽപ്പന നടത്തുന്നത്. പെർഫ്യൂം ബിസിനസ്സിലെ പ്രവർത്തനങ്ങൾ 2024-ൽ രാഷ്ട്രപതിയുടെ അവാർഡിന് അർഹനാക്കി. APJ അബ്ദുൽ കലാമിന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ അവാർഡിൽ കിങ് ഓഫ് ദ പെർഫ്യൂം കാറ്റഗറിയിലായിരുന്നു പുരസ്കാരം. അഭിനന്ദനങ്ങൾ ശ്രീ മൊയ്തു PV ഈ പുരസ്കാര നേട്ടത്തിൽ. അടുത്തത് ദ പയനിയറിംഗ് കോൺട്രിബ്യൂഷൻ ടു റിന്യൂവബിൾ എനർജി മിസ്റ്റർ മുഹമ്മദ് ഷാഫി, മാനേജിംഗ് ഡയറക്ടർ മിനാർ TMT കേരള. സ്റ്റീൽ ഇൻഡസ്ട്രിയിലെ വിശ്വാസ്യതയുടെ പര്യായമായ മിനാർ TMTയെ ഉരുക്കിന്റെ കരുത്തോടെ നയിക്കുന്ന ശ്രീ മുഹമ്മദ് ഷാഫി ഇപ്പോൾ ചെറുകിട ജലവൈദ്യുത പദ്ധതിയിലേക്ക് നടത്തിയ ചുവടുവയ്പ്പിന് മീഡിയ വണ്ണിന്റെ ആദരം, അംഗീകാരം. മുഹമ്മദ് ഷാഫി ഉരുക്കിന്റെ കരുത്തുള്ള ഇന്ത്യയുടെ പ്രസ്റ്റീജിയസ് ബ്രാൻഡ് മിനാർ ഗ്രൂപ്പ് MD. കേരളത്തിൽ തുടങ്ങി ഇന്ത്യയും കടന്ന് ലോകത്തോളം വളർന്ന മിനാറിന്റെ അത്താണിയാണ് മുഹമ്മദ് ഷാഫി. സ്റ്റീൽ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിൽ പ്രൊഫിലിക് ആൻഡ് മോസ്റ്റ് പ്രോഫിറ്റബിൾ ബ്രാൻഡ് കൂടിയാണ് മിനാർ. 2006-ൽ സാധാരണ നിലയിൽ തുടങ്ങിയ മിനാറിന്റെ വളർച്ച അതിവേഗത്തിലായിരുന്നു. ക്വാളിറ്റിയിലെ കണിശതയും റീസണബിൾ പ്രൈസിംഗുമാണ് അതിന് കാരണം. തങ്ങളുടെ എക്സ്പീരിയൻസും പാഷനും മറ്റ് മേഖലകളിലേക്ക് കൂടി വളർത്തുകയാണ് മിനാർ. മിനിമം ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് എങ്ങനെ എക്കോ ഫ്രണ്ട്ലിയും മാക്സിമം പ്രോഫിറ്റബിളും ആകാമെന്നാണ് മിനാർ നമ്മൾക്ക് കാണിച്ചു തന്നത്. ചെറുകിട ജലവൈദ്യുത പദ്ധതികളിലേക്കുള്ള ചുവടുവെപ്പ് നാടിന് മുതൽക്കൂട്ടുകൂടിയാണ്. പതങ്കയത്തിലുള്ള മിനാറിന്റെ ചെറുകിട ജലവൈദ്യുത പദ്ധതി ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്. ഇരുവഴിഞ്ഞിപ്പുഴയിലെ ഈ പദ്ധതി മേഖലയിലെ തന്നെ ഒരു പയനിയറിംഗ് സംരംഭമാണ്. മിനാറിന്റെ എല്ലാ കാൽവെപ്പുകളും മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് ഷാഫി. അടുത്ത കാറ്റഗറിയിലേക്ക് സ്വാഗതം. എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ സർവീസസ് ഫാദർ സിജോ പന്തപ്പള്ളിൽ, ഹോസ്പിറ്റൽ മാനേജർ, ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല. BCMCH എന്ന പ്രസ്ഥാനത്തിന്റെ ഇടയനായി നിന്ന് രാജ്യത്തെ ഏറ്റവും വലിയ പ്രൈവറ്റ് മെഡിക്കൽ കോളേജായി ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിനെ മാറ്റിയെടുത്തതിൽ നിർണായക പങ്ക് വഹിച്ച ഫാദർ സിജോ പന്തപ്പള്ളിൽ. അഭിനന്ദനങ്ങൾ ഈ പുരസ്കാര നേട്ടത്തിൽ ഫാദർ സിജോ. റവറൻഡ് ഫാദർ സിജോ പന്തപ്പള്ളിൽ വിശ്വാസത്തിന്റെയും കരുണയുടെയും കരസ്പർശം കൊണ്ട് ആതുര സേവന രംഗം പുനർനിർവചിച്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ മാനേജർ. സമൂഹത്തിലെ നാനാതുറകളിൽപ്പെട്ടവർക്ക് ഒരേപോലെ ലോകോത്തര നിലവാരത്തിൽ ആരോഗ്യ പരിചരണം ഉറപ്പാക്കുകയാണ് ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ്. ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രൈവറ്റ് മെഡിക്കൽ കോളേജായി BCMCHനെ മാറ്റുന്നതിൽ ഫാദർ വഹിച്ച പങ്ക് ചെറുതല്ല. മെഡിക്കൽ രംഗത്തെ അധ്യാപനത്തിലും പഠനത്തിലും ചികിത്സയിലും സമാനതകളില്ലാത്ത മാറ്റമാണ് BCMCH കൊണ്ടുവന്നത്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺ ആൻഡ് പബ്ലിക് റിലേഷൻ ഓഫീസർ, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ സെനറ്റ് അംഗം എന്നീ നിലകളിലും ഫാദർ സിജോ സേവനമനുഷ്ഠിക്കുന്നു. കരുണയോടെയും അനുഭാവത്തോടെയും ഈ സമൂഹത്തിൽ പ്രത്യാശ നിറയ്ക്കുകയാണ് ഫാദർ സിജോ.
അടുത്ത കാറ്റഗറിയിലേക്ക് സ്വാഗതം. ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ബിസിനസ് ഇൻ സൗദി. അതിവേഗം വളരുന്ന വ്യവസായ സംരംഭം ഹോട്ട് പാക്ക് UAE. റീറ്റെയിൽ, ട്രാവൽ, ഫുഡ് ആൻഡ് ബീവറേജ് തുടങ്ങി മേഖലകളിലെ 25,000-ഓളം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന ഹോട്ട് പാക്ക് ഗ്ലോബലാണ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ബിസിനസ് ഇൻ സൗദി അവാർഡിന് അർഹരായിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ സുസ്ഥിര പാക്കേജിംഗ് രംഗത്ത് സ്വപ്നതുല്യമായ സ്ഥാനമുറപ്പിച്ച മാനുഫാക്ചറിംഗ് കമ്പനി ഹോട്ട് പാക്ക് ഗ്ലോബൽ. 1995 UAE-യുടെ മണ്ണിൽ സ്ഥാപിതമായ ഹോട്ട് പാക്ക് ഗ്ലോബൽ അബ്ദുൾ ജബ്ബാർ PB എന്നൊരു തൃശൂർ സ്വദേശിയുടെ സ്വപ്നം മാത്രമായിരുന്നെങ്കിൽ ഇന്നത് അദ്ദേഹവും സഹോദരങ്ങളായ സൈനുദ്ദീൻ PBയും അൻവർ PBയും 4,000-ഓളം തൊഴിലാളികളും ചേർന്ന് പടുത്തുയർത്തിയ 20-ലധികം മാനുഫാക്ചറിംഗ് യൂണിറ്റുകളിൽ 4,000-ലധികം പാക്കിംഗ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന GCC, ആഫ്രിക്ക, US, UK തുടങ്ങി 106 രാജ്യങ്ങളിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന വലിയൊരു വ്യവസായ ശൃംഖലയായി മാറിയിരിക്കുന്നു. 2030ഓടെ ആഗോള ഫുഡ് പാക്കേജിംഗ് രംഗത്ത് ഒന്നാമതെത്താൻ ലക്ഷ്യമിടുന്ന ഹോട്ട് പാക്ക് 2014 സൗദിയിൽ ഓപ്പറേഷൻസ് തുടങ്ങി. റിയാദ്, ജിദ്ദ, ദമാം എന്നിവിടങ്ങളിലേക്കും പിന്നീട് വ്യാപിപ്പിച്ചു. നിലവിൽ സൗദിയിൽ 20ഓളം ഡിസ്ട്രിബ്യൂഷൻ ഔട്ട്ലെറ്റുകളും 5ഓളം ഫാക്ടറികളുമുള്ള ഹോട്ട് പാക്കിന്റെ 1 ബില്യൺ റിയാലിന്റെ GCCയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് മാനുഫാക്ചറിംഗ് പ്ലാന്റാണ് റിയാദിൽ ഒരുങ്ങുന്നത്. അടുത്ത പുരസ്കാരം ഇന്നോവേറ്റീവ് ടോയ് ആൻഡ് ഗെയിംസ് ട്രേഡിംഗ് സൊല്യൂഷൻസ് മിസ്റ്റർ അബ്ദുൽ ഗഫൂർ ചെരുവിൽ, ഫൗണ്ടർ ആൻഡ് ചെയർമാൻ അമീൻ ടോയ്സ് ആൻഡ് ജനറൽ ട്രേഡിംഗ് സൗദി അറേബ്യ. കൺഗ്രാറ്റ്സ് അബ്ദുൽ ഗഫൂർ. ഈ പുരസ്കാര നേട്ടത്തിൽ അഭിനന്ദനങ്ങൾ. അബ്ദുൽ ഗഫൂർ ചെരുവിൽ. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയായ അബ്ദുൽ ഗഫൂറിന് ബിസിനസ് എന്നാൽ കുട്ടിക്കളിയാണ്. 2000-ൽ ദുബായിൽ തുടക്കം കുറിച്ച അമീൻ ടോയ്സ് ജനറൽ ട്രേഡിംഗിന്റെ ഫൗണ്ടറും സിഇഒയുമാണ് ഇദ്ദേഹം. ബിസിനസിനോടുള്ള പാഷൻ മൂലം സർക്കാർ ജോലി വേണ്ടെന്ന് വെച്ചാണ് അബ്ദുൽ ഗഫൂർ ടോയ്സ് ബിസിനസ്സിലേക്ക് കടക്കുന്നത്. പഠനകാലം മുതലുള്ള ബിസിനസ് മോഹങ്ങൾക്ക് ചിറക് വിടർത്തി കൊടുത്തത് വല്യമ്മ ബിയാത്തു ചേനക്കലാണ്. ബിസിനസിന്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഭാര്യ അനു അബ്ദുൽ ഗഫൂറിന് കൂട്ടായി നിന്നു. ന്യൂബോൺ മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ടോയ്സുകളുടെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ബിസിനസ്സിൽ ഇന്ന് സൗദിയിലും ദുബായിലും ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡ് നെയിമാണ് അമീൻ ടോയ്സ്. എഡ്യൂക്കേഷൻ ഐറ്റംസ് ഇൻകോർപ്പറേറ്റ് ചെയ്ത ടോയ്സ് കാറ്റഗറിക്ക് സൗദിയിലെങ്ങും മികച്ച മാർക്കറ്റ് റെസ്പോൺസാണ് ലഭിക്കുന്നത്. ഹല്ലോ ബാബ എന്ന പേരിൽ പുതിയ ടോയ് ബ്രാൻഡുമായി പുതിയൊരു സക്സസ് സ്റ്റോറി എഴുതാൻ ഒരുങ്ങുകയാണ് ഈ ബിസിനസ്സുകാരൻ. അടുത്തത് എക്സലൻസ് ഇൻ ബിസിനസ് സെറ്റപ്പ് ആൻഡ് മാനേജ്മെന്റ് കൺസൾട്ടൻസി മിസ്റ്റർ മുഹമ്മദ് സുഹൈൽ, CEO ബിസബ് അറേബ്യ മാനേജ്മെന്റ് കൺസൾട്ടൻസി സൗദി അറേബ്യ. Muhammad Suhail, a seasoned entrepreneur and vibrant business mentor in Saudi Arabia, Bizab Arabia Management Consultancy CEO. സൗദി അറേബ്യയിൽ ബിസിനസ്സുകൾ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സപ്പോർട്ടീവായും വിജയത്തിലേക്കുള്ള വഴിയിൽ കരുത്തായി മാറുകയാണ് ബിസബ് അറേബ്യ. സൗദി അറേബ്യയുടെ ഓൺട്രപ്രണർ ഇക്കോസിസ്റ്റം, നിയമവശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവും ക്ലയന്റുകളുടെ മനസ്സറിഞ്ഞ് അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവും പരിചയസമ്പത്തുമാണ് മറ്റ് കൺസൾട്ടൻസികളിൽ നിന്ന് ബിസപ്പിനെ വ്യത്യസ്തമാക്കുന്നത്. UAE-ലെ റൂളിംഗ് മെമ്പർ റാസൽ ഖൈമ പ്രിൻസിന്റെ ബിസിനസ്സിൽ മാനേജറായിരുന്ന കാലത്തെ അനുഭവ സമ്പത്ത് ബിസപ്പിന്റെ മുന്നേറ്റത്തിൽ മുതൽക്കൂട്ടായി. ഇന്ന് കോർപ്പറേറ്റുകൾക്കും ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള സാധാരണക്കാരായ ക്ലയന്റുകൾക്കും ഒരേപോലെ എൻഡ് ടു എൻഡ് സപ്പോർട്ടും കംപ്ലീറ്റ് ലീഗൽ ഗൈഡൻസും PRO, GRO സർവീസസും ബ്രാൻഡിംഗും ബിസബ് അറേബ്യ ഉറപ്പാക്കുന്നു. Excellence in Logistics Services, Mr. Srijit SR, Managing Director, AKS Global Logistics Services, Saudi Arabia. Congrats, Srijit. ശ്രീജിത്ത് SR സൗദി അറേബ്യയിലെ തന്നെ ലീഡിംഗ് മൾട്ടി മോഡൽ ലോജിസ്റ്റിക് കമ്പനിയായ AKS ഗ്ലോബൽ ലോജിസ്റ്റിക്സ് സർവീസസ് മാനേജിംഗ് ഡയറക്ടർ. അദ്ദേഹത്തിന്റെ ബ്രെയിൻ ചൈൽഡായ അൽ കർസാഫ് ലോജിസ്റ്റിക്സിനെ സൗദിയിൽ ലോജിസ്റ്റിക്സ് സൊല്യൂഷന്റെ ഹോമായി മാറ്റിയത് വർഷങ്ങളുടെ പരിശ്രമം കൊണ്ടാണ്. 2002-ൽ വെറും 6 സ്റ്റാഫുമായാണ് അൽ കർസാഫ് തുടങ്ങുന്നത്. പിന്നീട് എക്സ്പാൻഷന്റെ ഭാഗമായി AKS ലോജിസ്റ്റിക്സ് എന്ന പേര് സ്വീകരിച്ചു. ഇപ്പോൾ 5 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന വലിയ പ്രസ്ഥാനമായി AKSനെ വളർത്തിയത് ശ്രീജിത്തിന്റെ വിഷണറീസാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും
തങ്ങളുടെ ഉപഭോക്താക്കളോട് ഡെഡിക്കേറ്റഡ് ആയി സർവീസ് നൽകാൻ AKS ലോജിസ്റ്റിക്സിന് സാധിച്ചിട്ടുണ്ട്. ഷിപ്പിംഗ് ആൻഡ് ഫ്രൈറ്റ് ഫോർവേഡിംഗ് കൂടാതെ വെയർഹൌസിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ് ആൻഡ് ബീവറേജ്, കാഷ്യൂ വിപണനം, വസ്ത്രനിർമ്മാണ ഫാക്ടറി എന്നിങ്ങനെ പുത്തൻ മേഖലകളിലേക്ക് തങ്ങളുടെ ബ്രാൻഡിനെ വ്യാപിപ്പിക്കുകയാണ് ശ്രീജിത്ത്. And best solar energy brand, Mr. Mohammad Fayaz Salam, CEO and Director, Moopens Solar, Kerala. മുഹമ്മദ് ഫയാസ് സലാം സൗരോർജ്ജ മേഖലയിൽ ഇന്ത്യയുടെ പ്രതീക്ഷയായ കരുത്തുറ്റ വിഷണറി, മൂപ്പൻസ് എനർജി സൊല്യൂഷൻസ് CEO ആൻഡ് ഡയറക്ടർ. രാജ്യം സൗരോർജ്ജ ഉൽപാദനത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുമ്പോഴേക്കും ആ മേഖലയിൽ ചുവടുറപ്പിച്ചവരാണ് മൂപ്പൻസ് സോളാർ. കൊമേഴ്സ്യൽ ആൻഡ് റെസിഡൻഷ്യൽ സോളാർ ഇൻസ്റ്റലേഷൻ മാർക്കറ്റിലെ ലീഡിംഗ് പ്ലെയറായി മൂപ്പൻസിനെ മാറ്റിയത് മുഹമ്മദ് ഫയാസിന്റെ ഡെഡിക്കേഷനും ഇന്നോവേറ്റീവായ ആശയങ്ങളുമാണ്. 2012 മൂപ്പൻസ് എനർജി സോളാർ തുടങ്ങുമ്പോൾ മുഹമ്മദ് ഫയാസിന് മുന്നിൽ നിരവധിയായിരുന്നു വെല്ലുവിളികൾ. ഫയാസിന്റെ സ്ട്രാറ്റജിക് ലീഡർഷിപ്പിന് കീഴിൽ ഫിനോമിനൽ ഫിനാൻഷ്യൽ ഗ്രോത്ത് ആണ് സാധ്യമായത്. ഇന്ന് ഇന്ത്യൻ റിന്യൂവബിൾ എനർജി സെക്ടറിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ 78,000 രൂപ വരെ സബ്സിഡിയോടുകൂടിയ ഗാർഹിക ഉപഭോക്താക്കളുള്ള സോളാർ ഇൻസ്റ്റലേഷൻ മേഖലയിൽ റെസ്പെക്ട്ഫുൾ ബ്രാൻഡാക്കി മൂപ്പൻസ് സോളാറിനെ മാറ്റിയിരിക്കുകയാണ് ഫയാസ്. ഉപഭോക്താവിലുള്ള ശ്രദ്ധയും ചെറിയ ഘടകങ്ങളുടെ പോലും ഗുണമേന്മയ്ക്ക് വേണ്ടിയുള്ള പ്രാധാന്യവും ഇൻസ്റ്റലേഷന് ശേഷമുള്ള സർവീസ് കാലാവധിയിലുള്ള ശ്രദ്ധയും മൂപ്പൻസ് സോളാറിനെ മറ്റ് കമ്പനികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. അടുത്തത് എക്സലൻസ് ഇൻ മൾട്ടി ബ്രാൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റിനുള്ള പുരസ്കാരമാണ്. ഈ പുരസ്കാരത്തിന് അർഹനാവുന്നത് ശ്രീ KP മുഹമ്മദ്, മാനേജിംഗ് ഡയറക്ടർ KP ഗ്രൂപ്പ് UAE. KP മുഹമ്മദ്, KP ഗ്രൂപ്പ് സ്ഥാപകൻ, മാനേജിംഗ് ഡയറക്ടർ. 2006 KP മുഹമ്മദ് എന്ന സ്കൂൾ അധ്യാപകൻ ദുബൈയിലെത്തുന്നത് ബിസിനസിന്റെ പാഠശാലയിലേക്കാണ്. പിതാവ് കൂടി ഭാഗമായ പാർക്കോ ഗ്രൂപ്പിന്റെ സ്ഥാപനത്തിൽ ആദ്യം ജോലിക്കാരനായി. ഷെൽഫ് ബോയിൽ നിന്ന് പടിപടിയായി ഉയർന്ന് മാനേജറായി. 2008 KP ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന സ്വന്തം തട്ടകത്തിന് തുടക്കമിട്ടു. KP മാർട്ട് എന്ന ബ്രാൻഡ് വളരെ വേഗം ദുബൈയിൽ സുപരിചിതമായി. ഇന്ന് നിരവധി മിനി മാർക്കറ്റുകളും സൂപ്പർ മാർക്കറ്റുകളും KP ഗ്രൂപ്പിന്റേതായി ഉണ്ട്. KP ഇന്റർനാഷണൽ ജനറൽ ട്രേഡിംഗ് എന്ന ട്രേഡിംഗ് കമ്പനി രൂപീകരിച്ച് ചെറുതും വലുതുമായ മറ്റ് ബിസിനസ്സുകൾ. ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷന്റെ ഭാഗമായി തുടങ്ങിയ ഫോർസ്ക്വയർ കഫേ ആൻഡ് റെസ്റ്റോറന്റ്, KP ചായ്, മിന്നൂസ് ഫുഡ്സ്, ഗ്രീൻസ് ഓഫ് ടെക്നോളജി, KP റിയൽ എസ്റ്റേറ്റ്, KP മൊബൈൽസ് എല്ലാം രചിച്ചത് വിജയ കഥകൾ. ഇനി ബിസിനസിന്റെ മറ്റുയരങ്ങളിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് KP മുഹമ്മദ്. Pioneers in Umrah Visa Management, Mr. Nizam Ali Ambalapurathu. Nizam Ali Ambalapurathu, Managing Director, Modern Gus Umrah Services Company, KSA, Saudi Arabia. നിസാം അലി അമ്പലപ്പുറത്ത് അനേകം രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് ഉംറ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി കൊടുക്കുന്ന മോഡേൺ ഗസ്റ്റ് എന്ന ഉംറ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ. ആലിക്കോയ ഖദീജ ദമ്പതികളുടെ മകനായി 1981 ജനനം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കടുത്ത് വെളിമുക്കാണ് നിസാം അലിയുടെ സ്വദേശം. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ഉപ്പയുടെ മാർബിൾ ബിസിനസിന്റെ ഭാഗമായി ജോലി ചെയ്തുകൊണ്ടാണ് തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. ഏതൊരു പ്രവാസിയെയും പോലെ ഗൾഫ് എന്ന സ്വപ്നവുമായി 2002 നിസാം അലി സൗദി അറേബ്യയിലെ മക്കയിൽ എത്തുന്നത്. ആദ്യ വർഷങ്ങളിൽ ബഗാലയിലെ സെയിൽസ്മാൻ, ഹൗസ് ഡ്രൈവർ, മീൻ കച്ചവടം തുടങ്ങി നിരവധി ജോലികൾ ചെയ്തു. യാദൃശ്ചികമായാണ് ഉംറ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ജോലികളിൽ എത്തിപ്പെടുന്നത്. ശേഷം 14 വർഷത്തോളം നിരവധി ഉംറ കമ്പനികളിൽ പല തസ്തികകളിൽ ജോലി ചെയ്തു. പിന്നീട് 2017 തന്റെ സ്പോൺസർ സാമി അലി അൽ ഗാംദിയുമായി ചേർന്ന് മോഡേൺ ഗസ്റ്റ് എന്ന ഉംറ കമ്പനി ആരംഭിച്ചു. ഇന്ന് ഇന്ത്യ അടക്കം 24 രാജ്യങ്ങളിൽ നിന്നായി വർഷത്തിൽ 3 ലക്ഷത്തോളം തീർത്ഥാടകരുടെ ഉംറ എന്ന സ്വപ്നമാണ് യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുന്നത്. അടുത്തത് എക്സലൻസ് ഇൻ ഫിനാൻഷ്യൽ കൺസൾട്ടിംഗ് ആൻഡ് അഡ്വൈസറി സർവീസസ്, മിസ്റ്റർ ജൗഹർ മാളിയക്കൽ, ഫൗണ്ടർ ആൻഡ് CEO, അറേബ്യൻ ആക്സസ് മാനേജ്മെന്റ് കൺസൾട്ടൻസ്, സൗദി അറേബ്യ. അഭിനന്ദനങ്ങൾ ശ്രീ ജൗഹർ. ജോഹർ മാളിയേക്കൽ
ഡിജിറ്റൽ എറ ബിസിനസ്സുകളുടെ വൺ സ്റ്റോപ്പ് സൊല്യൂഷനായ അറേബ്യൻ ആക്സസ് സിഇഒ. 2009 പ്രൊഫഷണൽ മോഹങ്ങളുമായി സൗദി അറേബ്യയിലേക്ക് ചേക്കേറിയതാണ് ജോഹർ മാളിയേക്കൽ. വിവിധ കമ്പനികളിലെ പ്രൊഫഷണൽ കാലത്ത് നേടിയെടുത്ത എക്സ്പീരിയൻസുമായി അറേബ്യൻ ആക്സസ് എന്ന സ്വന്തം സംരംഭത്തിന് തുടക്കമിട്ടു. ബിസിനസ് ഇൻകോർപ്പറേഷൻ, PRO വർക്ക്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിംഗ്, ഫീസിബിലിറ്റി സ്റ്റഡീസ്, മാനേജ്മെന്റ് കൺസൾട്ടേഷൻ എന്നിങ്ങനെ ഒരു ബിസിനസിന് ആവശ്യമായ പിന്തുണകളെല്ലാം അറേബ്യൻ ആക്സസ് ഉറപ്പാക്കുന്നു. ഇന്ന് 800-ലധികം ക്ലയന്റുകൾ തങ്ങളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അറേബ്യൻ ആക്സസിൽ വിശ്വാസമർപ്പിച്ചാണ്. റെസ്റ്റോറൻറ്റ്സ്, കോഫി ഷോപ്സ്, ഹെവി എക്യുപ്മെന്റ് ലീസ് എന്നിങ്ങനെ ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്യാനും ജോഹർ മാളിയേക്കലിന് കഴിഞ്ഞിട്ടുണ്ട്. സൗദി അറേബ്യയ്ക്ക് പുറമെ ഇന്ത്യ, ലണ്ടൻ, ദുബായ് എന്നിവിടങ്ങളിലേക്ക് കൂടി അറേബ്യൻ ആക്സസിനെ വളരാൻ സഹായിച്ചത് ജോഹർ മാളിയേക്കലിന്റെ ദീർഘവീക്ഷണവും കഠിനാധ്വാനവുമാണ്. അടുത്തത് എക്സലൻസ് ഇൻ യൂണിഫോം ടെക്സ്റ്റൈൽസ്, മിസ്റ്റർ ഫജർ കുഞ്ഞുനെല്ലിയിൽ, മാനേജിംഗ് ഡയറക്ടർ, അലിഫ് ഡിസൈനർ യൂണിഫോം UAE. ഫജർ കുഞ്ഞുനെല്ലിയിൽ എക്സ്ട്രാ ഓർഡിനറി ബിസിനസ്സുകൾക്ക് പെർഫെക്റ്റ് ഫിറ്റാകുന്ന എക്സ്ട്രാ ഓർഡിനറി ഗാർമെന്റ് സൃഷ്ടിക്കുന്ന അലിഫ് ഡിസൈനേഴ്സ് യൂണിഫോംസിന്റെ MD. ബ്രാൻഡിന്റെ പ്രൊഫഷണലിസവും സ്മാർട്ട്നെസ്സും എക്സ്പോസ് ചെയ്യാൻ 25 വർഷങ്ങൾക്ക് മുമ്പേ UAEയിലെയും ഇന്ത്യയിലെയും കമ്പനികൾ ചൂസ് ചെയ്യുന്ന നെയിമാണ് AD യൂണിഫോംസ്. കൊളംബോ ഗ്രൂപ്പ് എന്ന പേരിൽ എറണാകുളത്ത് 1956 ഇദ്ദേഹത്തിന്റെ പിതാവ് കാസ്മിയാണ് ബിസിനസ് ലോകത്തേക്കുള്ള ആദ്യ ചവിട്ടുപടികൾ പാകുന്നത്. കാസ്മിയുടെയും നഫീസയുടെയും ഇളയ മകനാണ് ഫജർ. റിലയൻസിന് ഷോറൂം തുറന്നുകൊണ്ട് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലേക്കുള്ള ചുവടുമാറ്റം. പിന്നീട് മഫത്ലാൽ അടക്കം ഇന്ത്യയിലെ മേജർ ക്ലോത്തിംഗ് ബ്രാൻഡഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സായി. മഫത്ലാലുമായി ജോയിന്റ് വെഞ്ചർ ചെയ്തുകൊണ്ടാണ് അലിഫ് ഡിസൈനർ യൂണിഫോംസിന്റെ UAEയിലേക്കുള്ള എൻട്രി. സെമി സെൽഫ് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, UAEയിലെ സ്കൂളുകൾ തുടങ്ങി നിരവധി ക്ലയന്റുകളുടെ മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡാണ് അലിഫ് ഡിസൈനർ യൂണിഫോം. അടുത്ത പുരസ്കാരം 35 years of innovation and service, Mr. Peter Paul Pittapallil. Peter Paul Pittapallil, Managing Director, Pittapallil Agencies, Kerala. പീറ്റർ പോൾ പിറ്റാപ്പിള്ളി ഇലക്ട്രോണിക്സ് ഗൃഹോപകരണ വിപണന മേഖലയിലൂടെ മലയാളത്തിന്റെ പ്രിയങ്കരായി മാറിയ പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ. 1990കളിൽ പെരുമ്പാവൂർ പട്ടണത്തിൽ ഒരു ചെറിയ റൂമിൽ വെറും 3 സ്റ്റാഫുകളുമായി തുടങ്ങിയ പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് കേരള ഹൃദയങ്ങളിലേക്ക് കുതിച്ചുപായാൻ അധികം താമസിച്ചില്ല. പെരുമ്പാവൂരിലെ ഒരു മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച പീറ്റർ പോൾ പിട്ടാപ്പിള്ളിയുടെ പ്രവാസ ജീവിതം തുടങ്ങുന്നത് സൗദി അറേബ്യയിലെ അരാംകോയ്ക്ക് വേണ്ടിയാണ്. അരാംകോയിലെ 10 വർഷത്തെ സേവനത്തിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങളും പാഠങ്ങളും സ്വന്തം സ്ഥാപനം തുടങ്ങാൻ മുതൽക്കൂട്ടായി. പലരും നിരുത്സാഹപ്പെടുത്തിയെങ്കിലും സ്വന്തം നാടിന് വേണ്ടി കൂടിയാണ് പീറ്റർ പോൾ പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് എന്ന സ്ഥാപനം തുടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളും ദീർഘവീക്ഷണവും പിട്ടാപ്പിള്ളിൽ ഏജൻസീസിനെ കേരളത്തിലെ ഏറ്റവും വലിയ ഹോം അപ്ലയൻസസ് റീറ്റെയിൽ ചെയിനായി വളർത്തി. പെരുമ്പാവൂരിലെ ഒറ്റ റൂമിൽ നിന്ന് ഇന്ന് 70 നഗരങ്ങളിലെ 81 റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലേക്ക് പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് വ്യാപിച്ചു. ഇന്ന് ഇന്ത്യയിലെ പ്രമുഖ 20 റീറ്റെയിൽ സ്ഥാപനങ്ങളിൽ ഒന്നുകൂടിയാണ് പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്. ലാഭം സാമ്പത്തികമല്ല, കസ്റ്റമറാണ് എന്നതിലാണ് പിട്ടാപ്പിള്ളിൽ വിശ്വസിക്കുന്നത്. തങ്ങളുടെ ലാഭത്തിന്റെ ഒരു പങ്ക് ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ, കേരള ക്യാൻസർ കെയർ സൊസൈറ്റി എന്നിവയിലൂടെ സമൂഹത്തിന് വേണ്ടി നീക്കിവെക്കാനും പീറ്റർ പോൾ പിട്ടാപ്പിള്ളിൽ മറക്കുന്നില്ല. അടുത്ത പുരസ്കാരം ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻ റീറ്റെയിൽ സെക്ടറിലുള്ള പുരസ്കാരമാണ്. ആ പുരസ്കാരം തേടിയെത്തുന്നത് മിസ്റ്റർ PMA റഹീം കീഴുമാടത്തിൽ, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് മിന ഗ്രൂപ്പ്, സൗദി അറേബ്യ. PMA റഹീം കീഴ്മഠത്തിൽ മിന ഹൈപ്പർ മാർക്കറ്റ്. സൗദി ഹൈപ്പർ മാർക്ക് ഇൻഡസ്ട്രിയിലെ കഠിനാധ്വാനിയായ ഒരു സംരംഭകനാണ് റഹീം. മിന ഗ്രൂപ്പ്, ലെസാറ്റ് ഗ്രൂപ്പ് എന്നിവയുടെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. സൗദിയിൽ ആദ്യം 5 വർഷത്തോളം സൗദി അരാംകോയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ ഒരവസരം ലഭിക്കുകയും ചെയ്തു. പിന്നീട് നാട്ടിലെത്തി 1.5 വർഷത്തിന് ശേഷം വീണ്ടും സൗദിയിലേക്ക് മടങ്ങിയത് സ്വന്തം സംരംഭത്തിന് തുടക്കമിടാനായിരുന്നു. സൗദിയുടെ വിഷൻ 2030 ലക്ഷ്യമിട്ട് സൗദിയുടെ വിവിധയിടങ്ങളിലായി പുതിയ ഹൈപ്പർ മാർക്കറ്റുകൾ തുടങ്ങാനുള്ള പദ്ധതിയിലാണ് ഇപ്പോൾ റഹീം. അടുത്ത ദിവസങ്ങളിലായി ഉദ്ഘാടനം ചെയ്യേണ്ട മാർക്കറ്റുകളുടെ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്ന തിരക്കിലാണ് അദ്ദേഹം ഇന്ന്. ബേക്ക് സിറ്റി കോഫി റെസ്റ്റോറന്റ് എന്ന സ്ഥാപനം കോഴിക്കോട് വയനാട് ഹൈവേയിൽ പുതുപ്പാടിയിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പുതിയ സംരംഭമായ സ്വന്തം ബ്രാൻഡായ ട്രാവൽ മാർക്ക്, MR മാർക്ക്, മലബാർ ഗേറ്റ് എന്നീ മേഖലകളിലേക്ക് കൂടി റഹീം ചുവടുവെക്കുകയാണ്.
തന്റെ ഉയർച്ചയിൽ, തന്റെ സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ തന്നോടൊപ്പം നിൽക്കുന്ന ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ആത്മാർത്ഥതയുള്ള ജോലിക്കാർ തുടങ്ങി എല്ലാവരെയും വളരെ നന്ദിയോടെ സ്മരിക്കുകയാണ് അദ്ദേഹം. അടുത്തത് കോംപ്രഹെൻസീവ് ഗോൾഡ് ട്രേഡിംഗ് സർവീസിനുള്ള പുരസ്കാരമാണ്. മിസ്റ്റർ മുബാറക് മുഹമ്മദ്, മാനേജിംഗ് ഡയറക്ടർ ബൽഖീസ് ഗോൾഡ് കേസെ. സൗദി അറേബ്യയിലെ ബൽഖീസ് ഗോൾഡിന്റെ സാരഥിയായ മുബാറക് മുഹമ്മദാണ് ഈ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത്. മുബാറക് മുഹമ്മദ് ഒരു കാലത്ത് തദ്ദേശീയർക്ക് മാത്രം ആധിപത്യമുണ്ടായിരുന്ന സൗദി അറേബ്യയിലെ ഗോൾഡ് ബിസിനസ്സിൽ തന്റേതായ ഇടം കണ്ടെത്തിയ യങ് മലയാളി എന്റർപ്രണർ, ബൽഖീസ് ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർ. വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിലെ ഗോൾഡ് ബിസിനസ് ഫീൽഡിൽ ആദ്യം കാലുറപ്പിച്ചത് മുബാറക്കിന്റെ പിതാവായിരുന്നു. 35 വർഷത്തോളം കന്ദ്ര സൂഖ് അൽ യമാമയിൽ അൽ മലക്കിയ ജ്വല്ലറി മാനേജിംഗ് ഡയറക്ടറായിരുന്ന മുഹമ്മദ് കുഞ്ഞി കൊണ്ടു നടന്നിരുന്ന ഓർണമെന്റൽ ഗോൾഡ് ബിസിനസിനോട് ആദ്യം മുബാറക് വിമുഖത കാട്ടി. വിദ്യാഭ്യാസത്തിനു ശേഷം 2016 സൗദി അറേബ്യയിലേക്ക് എത്തുന്നത് പ്രൊഫഷണൽ മോഹങ്ങൾ അടങ്ങിയ ഒരു സിവിയുമായാണ്. ഈ മേഖല ഒന്ന് പരീക്ഷിച്ചു നോക്കൂ എന്ന പിതാവിന്റെ നിർദ്ദേശപ്രകാരമാണ് ബൽഖീസ് ഗോൾഡ് എന്ന സ്ഥാപനത്തിന്റെ ഫൗണ്ടേഷൻ ആകുന്നത്. ബൽഖീസ് ഗോൾഡിനെ നെക്സ്റ്റ് ലെവലിലേക്ക് സ്കെയിലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഓർണമെന്റൽ ഗോൾഡിലേക്ക് കൂടി ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഈ യുവ സംരംഭകനായ മുബാറക് മുഹമ്മദ്. അടുത്ത പുരസ്കാരം ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ സെക്ടർ മിസ്റ്റർ അലി തോണിക്കടവത്ത്, ചെയർമാൻ നജ്മത്ത് അൽ മൻഹാൽ, സൗദി അറേബ്യ. മാസ്കോ. അലി തോണിക്കടവത്ത് ഹൈ ക്വാളിറ്റി ബ്രാൻഡുകൾ ഇമ്പോർട്ടിങ്ങിനും എക്സ്പോർട്ടിങ്ങിനും വിശ്വാസമർപ്പിക്കുന്ന ബിസിനസ് ഗ്രൂപ്പ് നജ്മത്ത് അൽ മൻഹൽ ട്രേഡിംഗ്, മാസ്കോ കമ്പ്യൂട്ടേഴ്സ് എന്നിവയുടെ മാനേജിംഗ് ഡയറക്ടർ. ഒരിക്കൽ കേരളത്തിനപ്പുറത്ത് മറ്റൊരു നാടിനെക്കുറിച്ച് അറിയാതിരുന്ന 16-കാരൻ ദൃഢവിശ്വാസവും കഠിനാധ്വാനവും കൊണ്ട് സൗദിയിൽ സൃഷ്ടിച്ചത് ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ്. ചെറുപ്പത്തിൽ സ്കൂൾ ഓഫീസ് സ്റ്റേഷനറിയിൽ നിന്ന് പഠിച്ച ബിസിനസിന്റെ ആദ്യ പാഠങ്ങൾ ജീവിതകാലം മുഴുവൻ ഉപകാരപ്പെട്ടു. ജിദ്ദയിൽ ബിസിനസ്സിന് സഹായിച്ചത് നല്ല മനസ്കരായ കുറെ മനുഷ്യരാണ്. 25 കൊല്ലം മുൻപ് ആരംഭിച്ച ചെറിയൊരു കട വളർന്ന് വിവിധ രാജ്യങ്ങളിൽ ബ്രാഞ്ചുകളുള്ള വലിയൊരു സ്ഥാപനമായി. കുടുംബത്തിന്റെ പങ്കാളിത്തവും അവരുടെ വിഷണറിയുമാണ് ബിസിനസ്സിനെ ഇത്രയധികം വളർത്തിയതെന്ന് പറയും അലി. അടുത്ത പുരസ്കാരം എക്സലൻസ് ഇൻ ലേണിംഗ് സൊല്യൂഷൻസിനുള്ളതാണ്. മിസ്റ്റർ മുഹമ്മദ് ഷബീർ ഇ.കെ., മാനേജിംഗ് ഡയറക്ടർ എഡ്യു വിസ്ഡം ഇൻസ്റ്റിറ്റ്യൂട്ട്, UAE. മുഹമ്മദ് ഷബീർ ഇ.കെ. പഠനത്തിന്റെ സ്ട്രെസ് ഇല്ലാതെ വിദ്യാർത്ഥികളെ അവരുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ കുതിച്ചുപായാൻ സഹായിക്കുന്ന എഡ്യു വിസ്ഡം അക്കാഡമി മാനേജിംഗ് ഡയറക്ടർ. GCCയിലെ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലേക്ക് പോകാതെ തന്നെ IAS, NEET, JEE കോച്ചിംഗ് യാഥാർത്ഥ്യമാക്കിയവരാണ് എഡ്യു വിസ്ഡം അക്കാഡമി. 2007 അബുദാബിയിൽ അക്കൗണ്ടന്റായി പ്രൊഫഷണൽ ജീവിതം ആരംഭിച്ച മുഹമ്മദ് ബഷീർ ഓൺട്രപ്രണർഷിപ്പിലും തന്റെ മികവ് തെളിയിച്ചു. മുൻ UAE മിനിസ്റ്ററിന്റെ ഫിനാൻസ് ടീമിലെ മികച്ച ജോലി ഉപേക്ഷിച്ചാണ് മുഹമ്മദ് തന്റെ ഓൺട്രപ്രണർ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകാൻ തീരുമാനിക്കുന്നത്. അൽമാസി ഓഡിറ്റിംഗ് എന്ന ഓഡിറ്റിംഗ് ഫേമിലൂടെ തന്റെ ബിസിനസ് ലോകത്തേക്കുള്ള പാത സ്വയം വെട്ടിത്തുറന്നു. GCCയിലെ IAS ആസ്പിരന്റായ വിദ്യാർത്ഥികൾ കോച്ചിങ്ങിനായി ഇന്ത്യയെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്നതായി മനസ്സിലാക്കിയത്. അതാണ് മത്സരപരീക്ഷാ കോച്ചിങ്ങിന്റെ മറുവാക്കായി UAEയിൽ മാറിയ എഡ്യു വിസ്ഡം അക്കാഡമിയുടെ തുടക്കം. ഫൈറ ട്രാവൽസ്, കാൻയോൺ ടെക്നോളജി എന്നിങ്ങനെ വ്യത്യസ്ത ഓൺട്രപ്രണർ മേഖലകളിൽ തന്റെ സക്സസ് സ്റ്റോറി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിഷണറി. ഫെഡറൽ ബാങ്ക് പ്രസൻസ് മീഡിയ വൺ ബിസിനസ് എക്സലൻസ് അവാർഡ്സ് 2024. അടുത്ത പുരസ്കാരം കോംപ്രഹെൻസീവ് സൊല്യൂഷൻസ് ഇൻ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സിനുള്ള പുരസ്കാരമാണ്. ഈ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് മിസ്റ്റർ അലി റാവുത്തർ ഷാജഹാൻ, മാനേജിംഗ് ഡയറക്ടർ യൂസഫ് ഇബ്രാഹിം അൽ അവാസ് ട്രേഡിംഗ് കോ, സൗദി അറേബ്യ. അലി റാവുത്തർ ഷാജഹാൻ, യൂസഫ് ഇബ്രാഹിം അൽ അവാദ് ട്രേഡിംഗ് കോ മാനേജിംഗ് ഡയറക്ടർ. റൈറ്റ് പ്രൈസിൽ റൈറ്റ് ടൈമിൽ ക്വാളിറ്റി സ്പെയർ പാർട്സുകൾ. ഈ ഉറപ്പാണ് സൗദി അറേബ്യയിൽ വേരുറപ്പിക്കാൻ അൽ അവാദിന് കൂട്ടായത്.
ആലപ്പുഴ ചാരുമൂടിലെ ഒരു സാധാരണ കുടുംബത്തിൽ അലി റാവുത്തറുടെയും റഹ്മ ബീവിയുടെയും 10 മക്കളിൽ ഏറ്റവും ഇളയവനായി ജനിച്ച ഷാജഹാന് പറയാനുള്ളത് ബിസിനസിന്റെ അസാധാരണ കഥയാണ്. കുട്ടിക്കാലത്ത് പിതാവിനൊപ്പം തടിമില്ലിലും മറ്റും ജോലി ചെയ്ത ഷാജഹാൻ 1994 ജീവിതം കരുപ്പിടിപ്പിക്കാനായി സൗദി അറേബ്യയിലേക്ക് എത്തി. തുടക്കകാലത്ത് 600 റിയാലിന് സൗദിയിലെ ഒരു കഫറ്റീരിയയിൽ പൊറോട്ട അടിക്കാരനായിരുന്ന അദ്ദേഹത്തിന്റെ ബിസിനസ് ജേണി പുതിയ എന്റർപ്രണേഴ്സിനെല്ലാം സ്റ്റഡി മെറ്റീരിയൽ കൂടിയാണ്. പച്ചക്കറി വിൽപ്പന, ഹൗസ് ഡ്രൈവർ തുടങ്ങി പല തൊഴിലുകൾക്ക് ശേഷമാണ് ഷാജഹാൻ ജീവിതം മാറ്റിമറിച്ച സ്പെയർ പാർട്സ് വിപണന മേഖലയിൽ എത്തുന്നത്. വർഷങ്ങളോളം ഒരു സ്പെയർ പാർട്സ് കമ്പനിയിൽ സെയിൽസ്മാനായി പ്രവർത്തിച്ച എക്സ്പീരിയൻസുമായി 2006 അൽ അവാദിന് തുടക്കമിട്ടു. അതും സഹോദരനെ പോലെ കാണുന്ന യൂസഫ് ഇബ്രാഹിം അൽ അവാദുമായി ചേർന്ന്. നിരന്തരമായ ശ്രമങ്ങളും നവീനാശയങ്ങൾ സമർത്ഥമായി പ്രയോഗിക്കാൻ സാധിച്ചതും കമ്പനിയെ മേഖലയിലെ ചാമ്പ്യന്മാരാക്കി. തന്റെ നേട്ടത്തിന്റെ എഞ്ചിൻ കുടുംബവും അൽ-അവാദിന്റെ ടീമുമാണെന്ന് ഷാജഹാൻ പറയും. അടുത്ത പുരസ്കാരം ഔട്ട്സ്റ്റാൻഡിംഗ് സർവീസ് ഇൻ പോളിക്ലിനിക് മിസ്റ്റർ PA അബ്ദുറഹ്മാൻ, മാനേജിംഗ് ഡയറക്ടർ ഷിഫ ജിദ്ദ പോളിക്ലിനിക്, സൗദി അറേബ്യ. PA അബ്ദുറഹിമാൻ ആരോഗ്യമേഖലയിൽ ക്വാളിറ്റി സേവനങ്ങളിലൂടെ സൗദി അറേബ്യയുടെ വിശ്വസ്തരായ മൾട്ടി സ്പെഷ്യാലിറ്റി ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഷിഫ ജിദ്ദയുടെ മാനേജിംഗ് ഡയറക്ടർ. ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയ പ്രൊഡക്റ്റുകളും സർവീസുകളും കൊണ്ട് ജിദ്ദയുടെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയെ റീഡിഫൈൻ ചെയ്യാനായി. വർഷങ്ങൾക്ക് മുമ്പ് മുംബൈയിൽ ട്രാവൽ ഏജൻസിയിലൂടെയാണ് ബിസിനസ് ജീവിതം തുടങ്ങുന്നത്. വർഷങ്ങൾക്ക് ശേഷം സൗദി അറേബ്യയിൽ എത്തുന്നതും ട്രാവൽ ഏജൻസിയുമായാണ്. 2003-2004 കാലത്ത് സൗദി വിസ നയങ്ങളിൽ കൊണ്ടുവന്ന മാറ്റം ഹെൽത്ത് കെയർ മേഖലയിലേക്ക് എത്തിച്ചു. ഹോസ്പിറ്റൽ ക്ലിനിക് സെക്ടറിൽ മുൻപരിചയമില്ലാതിരുന്നത് ആശങ്കകൾക്ക് ഇടയാക്കിയിരുന്നു. പേഷ്യന്റ് സേഫ്റ്റിയിലും ക്വാളിറ്റി സർവീസിലും നൽകിയ ഉറപ്പ് ജിദ്ദയുടെ വിശ്വസ്ത ഹെൽത്ത് ക്ലിനിക്കാക്കി ഷിഫ ജിദ്ദയെ മാറ്റി. പാൻഡമിക് കാലത്ത് പോലും ഷിഫ ജിദ്ദയെ തളരാതെ കാത്തത് ജനങ്ങളർപ്പിച്ച ഈ വിശ്വാസമാണ്. ഈ വിശ്വാസം തന്നെയാണ് അബ്ദുറഹിമാന്റെ വിജയത്തിന്റെ പ്രിസ്ക്രിപ്ഷനും. അടുത്ത പുരസ്കാരം ഇൻസ്പിറേഷണൽ യൂത്ത് ഇൻ ബിസിനസ് ഡെവലപ്മെന്റ് മിസ്റ്റർ റിഷാദ് അലി, CEO ഗ്ലോബൽ ജീനിയസ് ട്രേഡിംഗ് കോ, സൗദി അറേബ്യ. റിഷാദ് അലി സൗദിയിൽ ഉദയം ചെയ്യുന്ന പുതിയ എന്റർപ്രണർമാരിൽ യങ് ആൻഡ് കോൺഫിഡന്റ് ഫേസ്. ഗ്ലോബൽ ജീനിയസ് ട്രേഡിംഗ് കമ്പനിയുടെ CEO. ഈ 19-കാരനെ ട്രേഡിംഗ് ബിസിനസ്സിലെത്തിച്ചത് കുടുംബ സാഹചര്യങ്ങളാണ്. സൗദി അറേബ്യയിൽ ആദ്യമെത്തിയതും ബിസിനസ് ലോകത്തേക്ക് പുത്തൻ പാത വെട്ടിത്തുറന്നതും റിഷാദിന്റെ പിതാവ് അലി അഷ്റഫാണ്. രോഗങ്ങൾ കാരണം പിതാവ് നാട്ടിലേക്ക് മടങ്ങിയതോടെ ബിസിനസ്സുകൾ ഓരോന്നായി ഇല്ലാതായി. പിതാവിന്റെ ബിസിനസ്സുകൾ നോക്കി നടത്താൻ റിഷാദ് സൗദിയിലെത്തിയപ്പോൾ കമ്പനിയിലുണ്ടായിരുന്നത് ഒരേ ഒരു ജീവനക്കാരനാണ്. ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടാണ് റിഷാദ് അലി പിടിച്ചു നിന്നത്. ബിസിനസ്സിൽ ഗൈഡ് ചെയ്യാനും മെന്ററിങ്ങിനും ആളില്ല. തെറ്റുകളിൽ നിന്ന് സ്വയം പഠിച്ചു. അറിയാത്ത കാര്യങ്ങൾ മറ്റു ബിസിനസ്സുകാരിൽ നിന്ന് കണ്ടും ചോദിച്ചും മനസ്സിലാക്കി. വിനയം മുഖമുദ്രയാക്കിയ ഈ ടീനേജുകാരന്റെ അൺപാരലൽ ഡെഡിക്കേഷനും സക്സസിനോടുള്ള കമ്മിറ്റ്മെന്റും ഗ്ലോബൽ ജീനിയസിനെ ഇന്ന് സൗദിയിലെ ലീഡിംഗ് ട്രേഡിംഗ് കമ്പനിയാക്കി മാറ്റി. വരും വർഷങ്ങളിൽ മറ്റു മേഖലകളിലേക്ക് കടന്ന് ബിസിനസിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് റിഷാദ്. സൗദിയുടെ വിഷൻ 2030. അടുത്ത പുരസ്കാരം എക്സലൻസ് ഇൻ ഫർണിച്ചർ ഇൻഡസ്ട്രി മിസ്റ്റർ അബ്ദുൽ ലത്തീഫ് പൊയിൽ തൊടുക, മാനേജിംഗ് ഡയറക്ടർ അൽഷദ് ഫർണിച്ചർ, സൗദി അറേബ്യ. അബ്ദുൽ ലത്തീഫ് റയർ ആൻഡ് ബ്യൂട്ടിഫുൾ പ്രീമിയർ ക്വാളിറ്റി ഫർണിച്ചർ ബ്രാൻഡായ അൽഷാഖ് ഫർണിച്ചർ ട്രേഡിംഗ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ. 1998 ജിദ്ദ ആസ്ഥാനമാക്കി അബ്ദുൽ ലത്തീഫ് തുടങ്ങിയ അൽഷാഖ് ഫർണിച്ചർ സൗദി അറേബ്യ ആകെ അറിയപ്പെടുന്ന ബ്രാൻഡായി വളർന്നത് യാദൃശ്ചികമല്ല. ക്വാളിറ്റി, ഇന്നോവേഷൻ, കസ്റ്റമർ സാറ്റിസ്ഫിക്കേഷൻ എന്നതാണ് അൽഷാഖിനെ മാർക്കറ്റിലെ ബെസ്റ്റ് ചോയ്സ് ആക്കി മാറ്റിയത്. ഇന്ന് ഹോസ്പിറ്റൽ, സ്കൂൾസ്, കോർപ്പറേറ്റ്, ഹോം, ഗവൺമെന്റ് ആൻഡ് നോൺ ഗവൺമെന്റ് സ്ഥാപനങ്ങളെല്ലാം അൽഷാഖിന്റെ കസ്റ്റമേഴ്സായി മാറിയിരിക്കുകയാണ്. ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷനിൽ വിശ്വസിക്കുന്ന അൽഷാഖ് ഫർണിച്ചർ
സൗദി അറേബ്യയിൽ പലയിടങ്ങളിലായി ബ്രാഞ്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് മിനിസ്ട്രി ലെവൽ പ്രൊജക്ടുകൾ വരെ വളരെ ബോൾഡായി ചെയ്യുന്നതിലേക്ക് അൽഷാഖ് ഫർണിച്ചറിനെ വളർത്തിയെടുത്തതിൽ അബ്ദുൽ ലത്തീഫിന്റെ പങ്ക് ചെറുതല്ല. ഫെഡറൽ ബാങ്ക് പ്രസൻസ് മീഡിയ വൺ ബിസിനസ് എക്സലൻസ് അവാർഡ്സ് 2024 അവസാനത്തെ കാറ്റഗറിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിലുള്ള പുരസ്കാരമാണ് മിസ്റ്റർ അമീർ ഷാജി, ഫൗണ്ടർ ആൻഡ് CEO സ്കൂൾ ഗുരു ഖത്തർ. അമീർ ഷാജി നാടിന്റെ ഭാവിയായ വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ എന്നതിനപ്പുറം ക്വാളിറ്റി എഡ്യൂക്കേഷൻ നൽകുന്ന സ്കൂൾ ഗുരു എന്ന എഡ്യൂടെക് സ്റ്റാർട്ടപ്പിന്റെ CEO. സ്വന്തം നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ നൽകണമെന്നും വിദ്യാഭ്യാസ രംഗത്ത് സമൂഹത്തിന് വേണ്ടി മികച്ചത് ചെയ്യണമെന്ന ചിന്തയുമാണ് ഒരു സ്റ്റാർട്ടപ്പിലേക്ക് അമീറിനെ നയിച്ചത്. മലപ്പുറം അരീക്കോട് സ്വദേശിയായ അമീർ 2019 എഡ്യൂ സെക്ടറിലേക്ക് ആദ്യമായി വരുന്നത്. അരീക്കോട് തുടങ്ങിയ പ്രിസം അക്കാദമി എന്ന ട്യൂഷൻ സെന്റർ പിന്നീട് ഓൺലൈനായി സ്കൂൾ ഗുരു എന്ന് റീബ്രാൻഡ് ചെയ്തു. ഓൺലൈനായി ഇന്ത്യ, ഖത്തർ, UAE പിന്നീട് മറ്റ് GCC രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു. കാനഡ, ഓസ്ട്രേലിയ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലായി സ്കൂൾ ഗുരുവിന്റെ സഹായത്തോടെ നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്നു. KG മുതൽ 12th ക്ലാസ് വരെയുള്ള ഇൻഡിവിജ്വൽ ട്യൂഷന് പുറമെ കുട്ടികളുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള എല്ലാതരം സർവീസുകളും സ്കൂൾ ഗുരു പ്രൊവൈഡ് ചെയ്യുന്നു. അമീർ ഷാജിയോടൊപ്പം സഹോദരൻ അസറുദ്ദീനും സുഹൃത്ത് ജെറിനും സ്കൂൾ ഗുരുവിനെ നയിക്കാൻ കൂടെയുണ്ട്. അമീർ ഷാജി, അഭിനന്ദനങ്ങൾ. അമീർ ഷാജിക്കൊപ്പം ഈ അവാർഡ് ജേതാക്കളായ മുഴുവൻ പേരെയും മീഡിയ വൺ അഭിനന്ദിക്കുകയാണ്. ജിദ്ദയിൽ നടക്കുന്ന ഹല ജിദ്ദ കാർണിവൽ വേദിയിൽ വെച്ചാണ് മീഡിയ വൺ ബിസിനസ് എക്സലൻസ് അവാർഡുകളുടെ ഈ വർഷത്തെ വിതരണം. ഡിസംബർ 6 വൈകുന്നേരം 6 മണിക്ക് സൗദി അറേബ്യ അന്താരാഷ്ട്ര മാധ്യമ മന്ത്രാലയം ഡയറക്ടറും റിയാദ് കോർട്ടിന്റെ മീഡിയ അഡ്വൈസറും സൗദി ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ വാർത്താ വിഭാഗം ഡയറക്ടറുമായ ഹുസൈൻ S. അൽ ഷമരിയാണ് ഈ അവാർഡുകൾ വിതരണം ചെയ്യുന്നത്. ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ആ ധന്യവേദിയിലേക്ക്.